ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി ശർക്കര ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിന് മുൻപ് ഞാനൊരു പ്ലം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 തരത്തിലുള്ള മുന്തിരി ഉണ്ട്, പിന്നെ കുറച്ച് 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴം, പിന്നെ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് ബദാമും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സും നട്ട്സും ഉപയോഗിക്കാം. ഇനി നമുക്കതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പ് അളവാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓറഞ്ച് ജ്യൂസിലാണ് ഞാനിത് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരി ജ്യൂസ് ഉപയോഗിക്കാം. സാധാരണ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേമാതിരി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ 1 മാസം മുന്നേ തന്നെ സോക്ക് ചെയ്യാൻ വെക്കാറുണ്ട്. അത് ഒന്നിക്കുക ആൽക്കഹോളിലാണ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ടും സോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പ്ലം കേക്ക് ആയതുകൊണ്ട് ഒരു 2 മണിക്കൂർ നേരമാണ് സോക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര ഞാനങ്ങനെ ചെറുതായി പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അലിയിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളപ്പിച്ചിട്ട് വേണം അത് അലിയിച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സോസ് പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കാം. പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് ചേർക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശർക്കരയിൽ ഉണ്ടാക്കുന്ന കാരണം ശർക്കരയ്ക്ക് നല്ല കളർ ഉണ്ടല്ലോ, അപ്പോൾ കേക്കിന് നല്ല കളർ കിട്ടാനും അത് നല്ലതാണ്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ 1 കപ്പ് 250 ml ആണ്. അതിന് കറക്റ്റായിട്ട് 1 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ സ്പൈസസ് മിക്സ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്കിലേക്കുള്ള ഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ജ്യൂസിൽ നിന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പ് പൊടിയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടിയിട്ട് കേക്കിൻ്റെ താഴെ പോയിട്ട് അടിഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ വിസ്കോ മരത്തിൻ്റെ തവിയൊക്കെ വീട്ടിലുണ്ടാവില്ലേ, അത് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ശർക്കര അലിയിച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കര ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ശർക്കരയിൽ ചിലപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒന്ന് അരിച്ചെടുത്ത് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അടഞ്ഞു വെച്ചിട്ടുള്ള ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ അങ്ങ് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ വല്ലാതെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ കേക്കിന് വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നേ വേണ്ടുള്ളൂ. ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ഗോതമ്പ് പൊടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓറഞ്ച് ജ്യൂസ്, അതൊന്നൊരു 4-5 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചൊന്ന് ലൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സ് മുഴുവൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ്. ഓവനിന് പകരം നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിരുന്നു അത് കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പോൾ ഇതിപ്പോൾ 170 ഡിഗ്രി, അതായത് 170 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനാണ്. ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 55 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മേൽഭാഗം ഹാർഡായി വരെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് വന്നാൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി പ്ലം കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്